ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നാണ് BCCI പ്രഖ്യാപിച്ചത്. പ്രതീക്ഷിച്ച പല പേരുകളും സ്ക്വാഡിൽ നിന്ന് മാറിയപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ടീമിലിടം നേടിയത് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആവേശം നൽകുന്ന വാർത്തയായി മാറിയിരുന്നു. നേരിട്ട അവഗണനകൾക്കും നിരാശകൾക്കുമെല്ലാം ഒരൊറ്റ മത്സരത്തിലെ പ്രകടനത്തിലൂടെ സഞ്ജു സാംസൺ പകരം ചോദിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 5ാം T20യിലെ ഒരൊറ്റ മത്സരത്തിലെ പ്രകടനം കൊണ്ടാണ് T20 ലോകകപ്പിലെ സ്ഥാനം അദ്ദേഹം ഉറപ്പാക്കിയത്. 4 മത്സരങ്ങളിലും അവസരം ലഭിക്കാതിരുന്നിട്ട് കൂടി ലഭിച്ച ഒരേയൊരു അവസരത്തിൽ സഞ്ജുവിന് തിളങ്ങാനായി സാധിച്ചിരുന്നു. ഇത്തവണ ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലാണ് സഞ്ജുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ടീം ഇന്ത്യക്ക് വേണ്ടി സഞ്ജു തന്നെയായിരിക്കും ഓപ്പണിംഗിലേക്ക് എത്തുന്നത്. സ്ക്വാഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സമ്മിശ്ര പ്രതികരണങ്ങൾ തന്നെയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ പ്രതികരിച്ചത്. കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രതികരണവും ഇതിനോടകം തന്നെ വന്നിരുന്നു. ഏറ്റവും സന്തുലിതമായ പ്ലേയിങ് 11 ഉൾപ്പെടുത്താനായാണ് തങ്ങൾ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ആഭ്യന്തര അന്താരാഷ്ട്ര പ്രകടനങ്ങൾ ഉൾപ്പെടെ തങ്ങൾക്ക് വിലയിരുത്തേണ്ടതായി വന്നിരുന്നു. സമീപകാലത്തെ T20കളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു തങ്ങളുടെ ഉദ്ദേശം. ആഭ്യന്തര മത്സരങ്ങളിൽ മികവ് കാട്ടിയ ഇഷൻ കിഷനെ ടീമിലെടുത്തതിന് ഇവിടെ ഗംഭീർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ടീം സെലക്ഷന് മുന്നേ തന്നെ എല്ലാ സ്ലോട്ടുകളിലും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഓപ്പണിംഗ് മുതൽ 11th താരത്തെ വരെ തങ്ങൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ താരങ്ങൾക്കുമുള്ള കൃത്യമായ പരീക്ഷണവും ഇതിനോടകം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരകളിൽ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കണക്കിലെടുത്തതിന് ശേഷമാണ് ഈയൊരു സ്ക്വാഡ് പ്രഖ്യാപനം നടത്തിയത് എന്നും ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിൽ ഉൾപ്പെടെ തങ്ങളുടെ പരീക്ഷണങ്ങൾ ആവർത്തിക്കുമെന്നുമാണ് ഗൗതം ഗംഭീർ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചത്. പണമോ സ്വാധീനമോ യാതൊരു പൊളിറ്റിക്സും കൂടാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്റേതായ പ്രകടനത്തിൽ മാത്രമാണ് ഇപ്പോൾ സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ആഘോഷിക്കാവുന്ന, ആവേശമാക്കി മാറ്റാനാകുന്ന വാർത്തയായി ഇത് മാറിയിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.